ഹലോ ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മൾ ചോറ്റാനിക്കരയിലോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. കൊടുങ്ങല്ലൂരിൽ നിന്ന് റൂമൊന്ന് വെക്കേറ്റ് ചെയ്ത് നമ്മൾ രാവിലെ തന്നെ നേരത്തെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ഞങ്ങൾ. അപ്പോൾ ചോറ്റാനിക്കരയിലോട്ട് ഇങ്ങനെ പോണ പോക്കിലാണ് നമുക്ക് റൂമിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും പറഞ്ഞിട്ടില്ലല്ലോ എന്ന് ഓർമ്മ വന്ന്. നമ്മുടെ കൊടുങ്ങല്ലൂർ ഭാഗത്തൊക്കെ 800 രൂപ മുതൽ 2000 2500 രൂപ വരെ റേറ്റിലുള്ള റൂമുകൾ അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് ഏതാണോ നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് വെച്ചെങ്കിൽ ആ റൂം ചൂസ് ചെയ്യാം. ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്ന ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള റൂം തന്നെയായിരുന്നു, ഒരു ഇടത്തരത്തിൽപ്പെട്ട. അപ്പോൾ കുഴപ്പമൊന്നുമില്ല. അത് നമ്മൾ നേരത്തെ ചോറ്റാനിക്കരയുടെ എൻട്രൻസിൽ എത്തിയിട്ടുണ്ട്. കാരണം എന്തോ ഒരു പിഴവ് പറ്റിയിട്ടുണ്ട്, തിരിച്ചു പോകാനുള്ള പരിപാടിയാണ് തോന്നുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നേരെ നമ്മളിതാ ചോറ്റാനിക്കര, ഐ ലവ് ചോറ്റാനിക്കര, അതിന് മുകളിൽ നല്ലൊരു ആനയുടെ സ്റ്റാച്ചു ഉണ്ട്. അപ്പോൾ ഇതാണ് നമുക്ക് അവിടേക്കുള്ള മെയിൻ എൻട്രൻസ്. അപ്പോൾ ചോറ്റാനിക്കരയിലെത്തി ഇവിടുന്ന് നല്ല രീതിയിൽ ദർശനം കിട്ടട്ടെ എന്നുള്ള പ്ലാനിലാണ് നമ്മൾ വന്നിട്ടുള്ളത്. എന്നിട്ട് അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമുക്ക് പോകാനുള്ളത് നമ്മുടെ ശിവൻ്റെ 3 അമ്പലങ്ങളായ വൈക്കം, കടുത്തുരുത്തി, ഏറ്റുമാനൂർ. അത് ശാസ്ത്രപ്രകാരം 3 അമ്പലങ്ങൾ ഒരു ദിവസം കവർ ചെയ്യണമെന്നാണ് അതിൻ്റെ ഒരു ഐതിഹ്യം. അപ്പോൾ ആ 3 അമ്പലങ്ങളും കവർ ചെയ്യാനുള്ള പ്ലാനിലാണ് നമ്മൾ. ചോറ്റാനിക്കരനുസരിച്ച് ഫാസ്റ്റായിട്ട് ഇറങ്ങണം. അപ്പോൾ നമ്മൾ ചെന്നപ്പോൾ തന്നെ നല്ല തിരക്കായിരുന്നു, നല്ല വരിയായിരുന്നു. കീഴേക്കാവിലേറ്റം വരി എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരെ കീഴേക്കാവിലോട്ട് പോയി. അവിടെ വരിക്ക് നിന്നില്ല, നേരെ കീഴേക്കാവിലേക്ക് പോയി. അവിടെ ചെന്ന കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ 7 മണിക്ക് ആണ് ഞങ്ങളവിടെ എത്തിയിട്ടുണ്ടായിരുന്നത്. 7:10 ആയപ്പോഴേക്കും നട അടച്ചു. 8 മണിക്ക് നട തുറക്കുള്ളൂ. അപ്പോഴേക്കും കീഴേക്കാവിൻ്റെ ആ സ്റ്റെപ്പ് വരേക്കുള്ള ലൈനിൽ നിൽക്കൽ തുടങ്ങിയിട്ടുണ്ട് ആളുകൾ. അപ്പോൾ നമ്മളതിൽ വരിക്ക് നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ മറ്റേ പ്ലാനോട് നടക്കൂല. അപ്പോൾ നമുക്ക് അവിടെ ഉള്ളിൽ കയറി തൊഴാൻ പറ്റിയില്ല. പുറത്തുനിന്ന് നട തുറന്നു, തൊഴുത് പോയി. അപ്പോൾ ഇതാണ് കീഴേക്കാവ് ഭഗവതി ക്ഷേത്രം, ചോറ്റാനിക്കര. അപ്പോൾ അവിടെ നല്ലൊരു അമ്പലക്കുളം കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതാണ് അമ്പലക്കുളം. പക്ഷെ അവിടേക്ക് അങ്ങനെ ആരും ഇറങ്ങണമെന്നില്ല, ഇറങ്ങാനൊന്നും പറ്റത്തില്ല. മേലൊക്കെ നല്ല സേഫ്റ്റി ആയിട്ട് ഗ്രില്ല് ചെയ്ത് പൂട്ടിയിട്ടുണ്ട്. പിന്നെ ഇതാ നമ്മുടെ ഒരു ആൽത്തറ ഉണ്ട് അവിടെ. അതിൽ ഓരോ കമ്പിയൊക്കെ തറച്ച് ഇട്ടിട്ടുള്ള ഓരോരോ ഐതിഹ്യവും കാര്യങ്ങളൊക്കെയാണ് അത്. അപ്പോൾ പല പല ടൈപ്പിലുള്ള ആളുകളും പല പല മാനസികമായിട്ടും ഹെൽത്തി ആയിട്ടുള്ള ആളുകളൊക്കെ അവിടെ ഭജനയ്ക്കൊക്കെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അവരെന്തോ വഴിപാടുകളായിരിക്കാം, കൂടുതലായിട്ട് എനിക്കൊന്നും അറിയില്ല. പക്ഷേ കീഴേക്കാവിലാണ് ഇങ്ങനെ ഒരു സംഭവം കണ്ടുവരാറുള്ളത്. അപ്പോൾ ഇതാണ് ആൽത്തറ. അപ്പോൾ ഒരുവിധം കടകളൊന്നും തുറന്നിട്ടില്ല, എന്താണ് അറിയില്ല, ടൈമായിട്ടുണ്ടാവില്ല ചിലപ്പോൾ. അപ്പോൾ ഞങ്ങൾ നേരെ അങ്ങോട്ട് പോണ സമയത്ത് ആണ് നമ്മുടെ ഒരു കലശം നിവേദ്യം കൊണ്ടുവരുന്ന ഒരു സംഭവം കണ്ടായിരുന്നു. അപ്പോൾ നമ്മളെല്ലാവരും സൈഡിലോട്ട് മാറി നിന്നു. എന്നിട്ട് നേരെ ഞങ്ങൾ എന്ത് ചെയ്തു, തിരിച്ച് പോവുകയാണ്. പോണ പോക്കിൽ നമുക്ക് തൊഴാൻ പറ്റിയാൽ തൊഴണം എന്നുള്ളതിലായിരുന്നു. പക്ഷേ മുകളിലെത്തിയപ്പോഴാണ് അറിഞ്ഞത് 8 മണിക്ക് നട തുറക്കുള്ളൂ. അപ്പോൾ അതുവരേക്കും നമ്മൾക്ക് വരിയിലോട്ട് കയറി തൊഴാനുള്ള ടൈമില്ല. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു, എല്ലാം പുറത്തോട്ട് ഇറങ്ങി. ഇതാണ് നമ്മുടെ പാർക്കിംഗ് ഏരിയ എവിടെയായിരുന്നു. അത്യാവശ്യം നല്ല തിരക്കാണ്, കുറേ വണ്ടികൾ വന്നിട്ടുണ്ട്, ബസ്സും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ മെല്ലെ എന്ത് ചെയ്തു, അവിടുന്ന് ഇറങ്ങി.